ഇവിടെയാണ് ഇതാണ് ട്രീ ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഹായ് ഹലോ ലിവിങ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സെക്കൻഡ് ഡേ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. കൊളുക്കുമലയാണ് നമ്മൾ പുലർച്ചെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊളുക്കുമലയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ നമ്മുടെ റിസോർട്ടിൽ തിരിച്ചെത്തി. മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലുള്ള ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട് എന്നുള്ളതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൊടുക്കാം. നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അലോ ചെയ്തിട്ടുള്ള ടൈം കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ റിസോർട്ടിലെ ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നും. ആ ചെവിടുകളുടെ സൗണ്ട് മാത്രമായിട്ട് വേറെ ഡിസ്റ്റർബൻസസ് ഒന്നുമില്ലാതെ നല്ല കാമായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ. പക്ഷെ ഇവിടെ ഒന്നും അത്ര ക്ലീൻ അല്ലായിരുന്നു. മേ ബി പണികൾ നടക്കുന്നുണ്ട്. ഇവരുടെ തന്നെ ഓരോ ഏരിയയിലായിട്ട് കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറച്ച് നേരം നമുക്ക് അവിടേക്ക് ഇരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് അധികം സമയം ഉണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാണാനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കണമായിരുന്നു. കാരണം തലേന്ന് രാത്രി വന്നപ്പോൾ പല ഭാഗത്തും നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ നിന്ന നേരം കൊണ്ട് തന്നെ താഴേന്ന് കോട കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ. കോടയും നല്ല പൂക്കളും ഫുള്ള് ഗ്രീനറിയും ഒക്കെ ആയിട്ട് ശരിക്കും സ്വർഗം പോലൊരു സ്ഥലം. കോട വന്നിട്ടുണ്ട് കേട്ടോ. ഉച്ചയാകുമ്പോൾ ഇവിടെ കോട വരുന്നു. അതെ, രാവിലെ ഞങ്ങൾ കൊളുകുമല പോണ സമയത്ത് ഇത്ര കോട ഉണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോൾ കോട. ഇന്നലെ രാത്രി നമ്മൾ ഈ ഊഞ്ഞാലിൽ വന്ന് കുറച്ച് നേരം നമ്മൾ ഇരുന്നായിരുന്നു കേട്ടോ. പക്ഷെ ഫുള്ള് ഇരുട്ടായിരുന്നു. കുറച്ച് ലൈറ്റ്സ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കോട ഇത്ര ഭംഗിയോടുകൂടി കാണാനൊന്നും പറ്റില്ലല്ലോ രാത്രി ആകുമ്പോൾ. പക്ഷെ എന്നാലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഇതിലൂടെ എങ്ങനെ ഇറങ്ങി പോവാം, ഇങ്ങോട്ടേക്കൊന്നും ഇന്നലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ കാര്യം വെച്ചാൽ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ളൊരു സമയം നമുക്കില്ലായിരുന്നു. നമുക്ക് വേഗം കണ്ട് തീർക്കണമായിരുന്നു. അവിടെ ഊഞ്ഞാലുണ്ട്. അവിടെ ഈ കയറി നിന്ന് പൂവുണ്ടല്ലോ. ഇത് പൂലാണ്.
റോസിനൊക്കെ നല്ല പൂപ്പലുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ കോട നമ്മുടെ റിസോർട്ടിലേക്ക് കയറി വരുന്നത്. ഫുൾ കോടയാട്ടോ, രക്ഷയില്ല. ഇതിൻ്റെ മുകളിൽ ചെറുക്കാം. ഞാനില്ല. അങ്ങനെ ഞാനും കയറി. മഴ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമോ? മഴ ചേട്ടൻ്റെ പേരെന്താ? ദാസ്. നാട് എവിടെ? ചെന്നൈ. ആ, അപ്പോൾ അവിടുത്തെ ചേട്ടനായിരുന്നു. ആളുകളുടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് വെള്ളം വരുന്നതും ശേഖരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരായിരുന്നു. ഇതൊരു ടാങ്കാണ്. ഇങ്ങനെ വെള്ളം അവിടെ നിന്ന് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവരിവിടെ വന്നിട്ട് ഈ ടാങ്കിൽ ശേഖരിക്കും. അങ്ങനെയാണ് ഇവിടെ വെള്ളം ശേഖരിക്കുന്നത്. പിന്നെ മുകളിൽ ചെറിയൊരു ഹട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മുകളിലേക്കാണ് നമ്മുടെ നല്ല ഭംഗിയുണ്ടോ അവിടെ എല്ലാം. ഇവിടെയാണ്, ഇതാണ് ട്രീ ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇത് റിസോർട്ടിൻ്റെ ജീപ്പാണ്. ഈ ജീപ്പിൽ ഇവർ താഴോട്ട് ഇറങ്ങി പോകുന്ന കാണാം. അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു റോഡ് മാർഗം റിസോർട്ടിൻ്റെ തന്നെ ആ കോൺക്രീറ്റ് റോഡ് വഴി അവിടെ ഇവിടെയൊക്കെ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഇവിടുത്തെ തന്നെ സ്റ്റാഫായിട്ടുള്ള ആ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള മന്ത് ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട്, മൂന്നാർ വിസിറ്റ് ചെയ്യാനായിട്ട് ഡിസംബർ ആണെന്നാണ്. ഡിസംബർ ജനുവരി പൊതുവേ കേരളത്തിൽ നല്ല തണുപ്പുള്ള മാസങ്ങളാണല്ലോ. അപ്പോൾ മൂന്നാറിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല തണുപ്പായിരിക്കും, നല്ല വൈബായിരിക്കും. മൺസൂൺ മന്ത് അടിപൊളിയാണ് കേട്ടോ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ നല്ല ടൈം തന്നെയാണ് വരാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിസ്ക്കിയാണ്. ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ വന്നത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. മൺസൂൺ മന്തുകളിലാവുമ്പോൾ വാട്ടർഫോൾസൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. നല്ല നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ടാവും. പക്ഷേ സേഫായിട്ട് വന്ന് തിരിച്ചു പോവുക. അങ്ങനെ ഇതാ നല്ല മെമ്മറീസൊക്കെ ആയിട്ട് നമ്മൾ റിസോർട്ട് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ പേര് ആരും മറക്കണ്ട, ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട്, മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ളത്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. കോടയൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് സൈഡിലൊരു റോഡ് കണ്ടു, നല്ല ഭംഗി തോന്നി. അപ്പോൾ ആ റോഡിലൂടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു. ഏതോ ഒരു സ്ഥാപനത്തേക്ക് പോകുന്ന പ്രൈവറ്റ് റോഡാണെന്ന് തോന്നുന്നു, പക്ഷേ അവിടെ ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് ജസ്റ്റ് ഒന്ന് പോയി. രണ്ട് സൈഡിലും മരങ്ങളും ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മൂന്നാറിൽ വരുന്ന ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് പോലും അങ്ങനെ വെള്ളം കുറവ് തോന്നാത്തൊരു ഡാമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ പോകുന്ന വഴി എന്ന് പറയുന്നത്. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വില്ലേജ് ആയിട്ട് തോന്നി. മൂന്നാറിൽ ഫുള്ള് ഗ്രീനറിയാണ്. പോകുമ്പോൾ തന്നെ എല്ലാ വഴികളും നല്ല ഭംഗിയാണ്. എന്നിരുന്നാൽ കൂടി ഈ ഒരു റൂട്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ ഓരോ സൈഡും എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. മൂന്നാറിലെ റോഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, പക്ഷേ എന്തോ ഒരു പ്രത്യേക ഭംഗി, ഒരു ഇഷ്ടം കൂടുതൽ തോന്നി ഈ ഒരു റൂട്ടിനോട്. എനിക്കും അഞ്ചു ചേട്ടനും ഒരുപോലെ. ഇതാ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ഭാഗ്യം, എന്ത് രസമല്ലേ അവർ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്, നല്ല തണുപ്പും. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഭംഗിയുള്ളൊരു സ്കൂളായിരുന്നു ചൂരൽമല സ്കൂള്. വയനാട് ലാൻഡ് സ്ലൈഡിൽ ആ സ്കൂളും അവിടുത്തെ ഒരുപാട് കുട്ടികളെയും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതാലോചിക്കുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ സ്കൂളുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭംഗി എന്നതിലുപരി നമുക്കിപ്പോൾ ഒരു പേടിയും നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ന്യൂസിൽ നമ്മൾ സഞ്ചരിച്ച പല വഴികളിലും ചെറിയ രീതിയിലാണെങ്കിൽ കൂടി ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ ന്യൂസിൽ കണ്ടു. അപ്പോൾ ശരിക്കും പേടി എന്നതിലുപരി ഒരുപാട് വിഷമം തോന്നി. നമ്മൾ സഞ്ചരിച്ച വഴികളാണല്ലോ, അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടുല്ലോ, ആർക്കും അപകടമൊന്നും സംഭവിച്ചിരിക്കരുതേ എന്നൊക്കെ നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു. വയനാട്ടിൽ സംഭവിച്ച പോലുള്ള ദുരന്തങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള ഒരു ദുരന്തങ്ങളും കേരളത്തിൽ ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ മനോഹാരിതയും ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമഭംഗിയും അതുപോലെ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നും ഇതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് അവർക്ക് പറ്റട്ടെ. അങ്ങനെ നമ്മൾ വഴിയിൽ നിർത്തി കുറച്ച് ഞാവൽപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഒരു ചേച്ചിയുടെ കട കണ്ടു. ആ ചേച്ചി ചോളം വിൽക്കുന്നുണ്ട്, അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ്, അത്യാവശ്യം സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം, ഇങ്ങനെ ഉപ്പും മുളകും നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു. ആൻഡ്രു ചേട്ടന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് ക്യാരറ്റും വാങ്ങിച്ചു വെറുതെ. അപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോവാണ്. ആൻഡ്രു ചേട്ടന് ചോളം ഇഷ്ടമില്ലാത്ത കാരണം എനിക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ സൈഡിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു.
ഡാമിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടെ വന്നപ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. കാരണം പണ്ടൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഷോപ്പുകളിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഭയങ്കര ഒരു ആവേശമാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കയറി ഇറങ്ങി ഒരുപാട് ഐറ്റംസൊക്കെ വീട്ടിലുള്ളവർക്ക്, അതുപോലെ ടൂർ വരാത്ത ഫ്രണ്ട്സിന്, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാം. അന്നൊന്നും അധികം പൈസയൊന്നും കയ്യിലുണ്ടാവില്ല. വീട്ടിൽ നിന്ന് തന്നുവിട്ട പൈസയിൽ നിന്ന് പിശുക്കി അത്യാവശ്യം ചെറിയ വിലയ്ക്കുള്ള ഐറ്റംസ് കുറേ വില പേശിയിട്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. കുറേ കോളേജ് പിള്ളേരൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നിനോട് അങ്ങനെ ക്രേസൊന്നുമില്ല, പക്ഷേ എങ്കിൽ കൂടി അങ്ങനെ കയറി ഇറങ്ങി നടന്നപ്പോൾ ശരിക്കും ആ ഓർമ്മകളൊക്കെ വന്നു. പക്ഷേ നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ പിന്നെയും പോയോണ്ടിരിക്കുന്നത് എക്കോ പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു സ്പോട്ട് നമ്മൾ പോകുന്നത് അവിടേക്കാണ്. അവിടേക്ക് പോകുന്ന റൂട്ടാണിത്. ഈ ഒരു റൂട്ടിൽ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൊട്ടക്കുന്നുകൾ കണ്ടു കേട്ടോ. അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. തേയിലത്തോട്ടങ്ങൾ കൂടാതെ ഇങ്ങനെ കുറേ മൊട്ടക്കുന്നുകൾ ഉണ്ടായിരുന്നു, നല്ല ഗ്രീൻ കളറിൽ. അതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിരുന്നു, പല കളറുകളിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. ഓരോ വഴികൾക്കും ഓരോ ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ഇവിടുത്തെ. അങ്ങനെ നമ്മളിതാ എക്കോ പോയിന്റിലെത്തി. അപ്പോൾ ഈ ലേക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്ത് അത്യാവശ്യം വോളിയത്തിൽ പറഞ്ഞാലും നമുക്ക് തിരിച്ച് കേൾക്കും. അതിൻ്റെ എക്കോ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് കേൾക്കുക. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. 10 or 20 rupees അങ്ങോട്ട് എൻട്രി ഫീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. പിന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കയാക്കിംഗ് ഉണ്ട്. അത്യാവശ്യം നമ്മൾ ടയേർഡായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അതിലൊന്നും കയറിയില്ല, നമ്മൾ ജസ്റ്റ് കണ്ടുള്ളൂ. ചേച്ചി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന റൂട്ടിൽ ഏതെങ്കിലുമൊക്കെ സ്പോട്ട് കാണുകയാണെങ്കിൽ ഇറങ്ങാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പ്രത്യേക ഒരു സ്പോട്ട് ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നില്ല. നമ്മൾ തിരിച്ച് തൃശ്ശൂർക്കുള്ള റൂട്ടിൽ എന്തെങ്കിലും പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. തിരിച്ചുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് ഇങ്ങനെ ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
നല്ല ഫീൽ ഗുഡ് സോങ്സൊക്കെ വെച്ചിട്ട് നല്ല ഗ്രീനറി ആയിട്ടുള്ള റോഡിലൂടെ നല്ല മഴയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷൻ എന്ത് രസമല്ലേ. അപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നതാണ്. നമ്മുടെ UAE ഈ ചൂടത്ത് നിന്ന് നമ്മൾ നാട്ടിലെത്തിയിട്ട് ശരിക്കും അത് കാരണം നമുക്കിത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഈ ഒരു ജേണി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴൊന്നും ഒരു ചെറിയ മഴക്കാർ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെയാണ് മഴ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മഴ തുടങ്ങി ഇങ്ങനെ എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ തിരിച്ചെത്തുന്നവരെ ഈ ഒരു മഴ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കോമ്പിനേഷനിൽ അടുത്ത ഐറ്റം കൂടി വന്നു കേട്ടോ. നല്ല കോട കൂടി ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടി വന്നു കേട്ടോ. സംഭവം നല്ല വൈബൊക്കെ ആണെങ്കിലും ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. ഒരു മിന്നായം പോലെ ഓപ്പോസിറ്റ് വണ്ടികളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ കോടയും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പേടി തോന്നി. അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത്. എല്ലാ വണ്ടിക്കാരും ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത അറിയാലോ, ആക്സിഡൻസിനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മഴയും കാറ്റും കോടയൊക്കെ ഉണ്ട്. മരങ്ങൾ വീഴാനും കല്ലുകൾ വീഴാനും ലാൻഡ് സ്ലൈഡിനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സൂക്ഷിച്ചിട്ട് പതുക്കെയൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്. എക്കോ പോയിൻ്റിൻ്റെ സൈഡിലൊക്കെ ആയപ്പോൾ നമ്മൾ ഏകദേശം ഉച്ചയായപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഈ മഴയുടെ ഇടയിൽ നമുക്ക് വണ്ടി നിർത്തി ഫുഡും കഴിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നല്ല കോടയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുടയൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നല്ല മഴയും കോടയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു വാട്ടർഫോൾസൊക്കെ മഴയത്ത് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.